ചെയ്യണമെന്ന് അറിയാൻ ഫുൾ ഇരുട്ടാണ് വേണ്ടത്. പക്ഷെ എന്നാലും ആ ഒരു ട്രാക്ക് ഉണ്ട് ഫ്രണ്ടിൽ. ലാസ്റ്റത്തെ റൗണ്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ 3,22,000 രൂപ അവരെനിക്ക് തന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട് പണിയാൻ വേണ്ടി കുറച്ച് പൈസ എൻ്റെ ആധാരം വെച്ചിട്ട് ബാങ്കിലുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റ് വന്നാൽ പറഞ്ഞു എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് തന്നാൽ മതി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ മാമിന് 2,00,000 രൂപ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ബാങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു 3,22,000 എന്ന് പറഞ്ഞു. ഇവൻ 1,400,000 തന്നു, മറ്റേ പുള്ളി 2,00,000 സംതിങ്ങിൻ്റെ ചെക്കും തന്നു. നേരെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് എടുത്തു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പുറകിലും ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുന്നത്. സ്ത്രീ ഉണ്ടാവും. ഭാര്യ ഇദ്ദേഹത്തോട് പറഞ്ഞ വചനം എന്ന് പറയൂ. ബാങ്കുകാർ ആധാരമായിട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നു, നമ്മളത് പിടിക്കാൻ വേണ്ടി ബാക്കിൽ ചെല്ലുന്നു. ഓക്കെ, അതെന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സെബിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതുപോലുള്ള ബെറ്റ് വെക്കാൻ ഇനി ഉദ്ദേശിക്കുന്നുണ്ടോ? എന്റെ ജന്മത്തിൽ ചാലഞ്ച് ബെറ്റ് വെക്കൂല, ഉറപ്പായിട്ടും. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിക്കണം. സെബിയുടെ യൂറോപ്പ് ട്രിപ്പാണ് തകർന്നരിപ്പണമായത്. ഈ പൈസ എങ്ങനെ കൊടുത്തെന്ന് മിക്കവർക്കും സംശയമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂറോപ്പ് ട്രിപ്പിന് വേണ്ടി ഞാൻ 3,400,000 രൂപ ലോൺ എടുത്ത് വെച്ചേക്കണായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ആ പൈസ എടുത്ത് കൊടുത്തത്. അതിപ്പോ യൂറോപ്പും ശരിക്കും മൂഞ്ചിപ്പോയി, ഇല്ലാണ്ടായി പോയി. എന്തായാലും നല്ലൊരു കാര്യത്തിനാന്നുള്ള ഇതിൽ എനിക്ക് ഇപ്പോഴും വളരെയധികം സന്തോഷം തന്നെ. ഇനി ഒരു കഥ കൂടി ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഈ ബെറ്റിന്റെ കഥ അല്ലാതെ വേറെ എന്തോ പറയാന്ന് പറഞ്ഞല്ലേ? ബെറ്റിന്റെ കഥ വേറെ എന്തോ ഒരു കഥ പറയാന്ന് പറഞ്ഞല്ലേ? ഉല്ലാസുത്തമൻ സൈക്കിൾ 120 കിലോ 85 കിലോ കഥ. ഈ സഞ്ചാരി എന്ന് പറയുന്ന ഈ സംഘടനയുടെ ലക്ഷ്യം എല്ലാവരുടെയും വണ്ണം കുറക്കുക എന്നുള്ളതാണോ? ആണോ? ആദ്യം ഇദ്ദേഹം പറഞ്ഞൊരു വണ്ണം കുറഞ്ഞിട്ടില്ല. മറ്റാള് വരാൻ പറ, സ്റ്റാൻഡ് ചെയ്യുന്ന ആള്. ശരി, പറഞ്ഞോളൂ. എന്താ പറയാ? ഞാനിപ്പോ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കണം, ഒരു 1.5 വർഷത്തോളമായി സൈക്ലിംഗ് തുടങ്ങിയിരിക്കുന്നു. ഞാൻ പഴയ ഫോട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. 108 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 16 കിലോളം കുറച്ചു. വേറെ ഡയറ്റൊന്നും ഇല്ലാണ്ട് സൈക്ലിംഗ് മാത്രം. ഏകദേശം ഒരു വർഷം കൊണ്ട് 16 കിലോളം വെയിറ്റ് കുറച്ചിട്ടുണ്ട് സൈക്ലിങ്ങിലൂടെ, വേറെ ഡയറ്റൊന്നും ഇല്ലാതെ. പിന്നെ ഇവരെല്ലാം ബൈക്കിലെല്ലാം പോകുമ്പം നമ്മൾ സൈക്കിളിലാണ് പോണത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പോയി കുളക്കുമല പോയിരുന്നു. ഇവരുടെ ടീംസ് സൈക്കിളിലാണ് 3-4 പേര് വന്നത്. സൈക്കിളിൽ കൂടെ ജയനുണ്ടായിരുന്നു, ജയൻ ആദ്യമായിട്ടാണ് അന്ന് സൈക്കിള് ചവിട്ടുന്നത്. ആദ്യമായിട്ട് വെച്ചാൽ ഇത്രയും ദൂരം ഒരു സാധാരണ എന്നെ പോലുള്ള ആളെല്ലാം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഹില്ല് ചവിട്ടി തുടങ്ങിയത്. ഇദ്ദേഹം കൊല്ലം വരെ ചവിട്ടിയുണ്ട്. പക്ഷെ ഒരു കയറ്റം ആദ്യം ഞങ്ങളുടെ ഒപ്പം 160 കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ വന്ന് ചവിട്ടി പൂർത്തിയാക്കാൻ പറ്റി ജയൻ. അത് കൂടെ ഞാനൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബാക്കി ജയൻ പറയും. കൂടുതൽ പറയാനൊന്നുമില്ല, ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനും പോയത്. ഞാൻ കൊല്ലത്തെ നടത്തി പോയെന്ന് പറഞ്ഞാൽ 2014 അന്ന് ഞാൻ സൈക്കിൾ ഓട്ടിട്ട് 6 വർഷമാണ്. ഞാൻ ബിടെക് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ചവിട്ടാൻ അവസാനം ചവിട്ടുന്നത്. പിന്നെ ഒരു 100 മീറ്റർ പോലും ഞാൻ ചവിട്ടിയിട്ടില്ല. അന്നേരം ഞാൻ ഈ സൈക്കിൾ വാങ്ങിക്കുന്നത് വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രയും വിലയുള്ള സൈക്കിളൊക്കെ വാങ്ങിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നത്. അന്നേരം ഞാനും ആലോചിച്ച് നീ സൈക്കിളൊക്കെ വാങ്ങിച്ച് എന്ത് കാട്ടാനാണ്, നീ 100 മീറ്ററെങ്കിലും ചവിട്ടുന്നതായിരിക്കും ചോദിക്കുന്നത്. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എറണാകുളം മട്ടാഞ്ചേരി സൈക്കിളെടുത്ത് ഉച്ചയ്ക്ക് ഏപ്രിൽ മാസം വരുന്നത്. നല്ല വേനല, 11 മണിക്ക് 11:30 ഇറങ്ങുന്നത്. കൊടുന്നേ അല്ല, ദൈവമേ ഞാൻ പേടിച്ചു പോയി.
അരൂരെത്തിയപ്പോഴത്തേക്ക് ഒരു പരിവായി, അങ്ങ് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ആലപ്പുഴ നേരെ സൈക്കിൾ ചവിട്ടി ആലപ്പുഴ എത്തിയപ്പോഴത്തേക്കും ഞാൻ ഒരു ജ്യൂസ് കുടിച്ച് കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് ഒരു അമ്പലപ്പുഴ എത്തി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും അവിടെ ആ സ്പോട്ട് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് എന്തായിരുന്നു സംഭവിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു വഴി വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അതുപോലുള്ള എനർജി അല്ലായിരുന്നു, പ്രത്യേക ഒരു എനർജിയായിരുന്നു. അന്നാണ് എനിക്ക് ഓറഞ്ച് ജ്യൂസിന്റെ എനർജി, അതൊരു എനർജി എത്രമാത്രം എനർജി ആയിരുന്നു മനസ്സിലായി. പിന്നെ ഞാൻ എപ്പോൾ പോയാലും എപ്പോൾ സൈക്കിൾ ഓടിയാലും ഓരോ ഓറഞ്ച് ജ്യൂസ് കുടിക്കാറുണ്ട്. അത് നല്ലതാണ് കേട്ടാ, എല്ലാവരും ട്രൈ ചെയ്തു. കയറ്റം കയറിയ അന്ന് ഇവര് ഒരു 3 മണിക്ക് ഇറങ്ങുന്നായിരുന്നു പറഞ്ഞത്. ഞാൻ വൈറ്റില് ഇവര് ഇവിടെ നോർത്ത് റോഡ്. ഞാനിവരെ കാത്ത് അന്ന് ഓഫീസിൽ കുറച്ച് വർക്കുണ്ടായിരുന്നു. പിറ്റേന്ന് വർക്ക് എല്ലാം തീർത്ത് വെക്കണമെന്ന് പറഞ്ഞ് രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും തീർത്തിട്ട് 2 മണി വരെ ഉറങ്ങാമെന്ന് എഴുതിയിരിക്കുക. പക്ഷെ വർക്ക് തീർന്നില്ല, 12 മണിക്കും തീർന്നില്ല. ഞാൻ 12:30 ആയപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട് എനിക്ക് ഇവരെ കാത്ത് നിൽക്കാൻ വയ്യ. പിന്നെ ഞാൻ സൈക്കിളെടുത്ത് 1 മണിയായപ്പോൾ വയറ്റിലേന്ന് ഇറങ്ങി. വെളുപ്പിന് 1 മണിക്ക് ഇറങ്ങി. പെരുമ്പാവൂർ എത്തിയപ്പോൾ ഇവര് അവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. പിന്നെ പെരുമ്പാവൂർ ഞാനും ചവിട്ടി, ഇവര് പറഞ്ഞ് ചവിട്ടിക്കോ. എന്നിട്ട് കോതമംഗലം എത്തിയപ്പോൾ ഇവര് പെരുമ്പാവൂർ എത്തി. പിന്നെ ഇവര് കോതമംഗലം എത്തിയപ്പോൾ ഞാനങ്ങ് നെല്ലിയാമ്പതി എത്തി. നേരിയമംഗലം. പിന്നെ അവിടെ ഇവരെ കാത്തുനിന്ന്. പിന്നെ അവിടെ നിന്നാണ് കയറ്റം തുടങ്ങുന്നത്. എന്റെ പൊന്നോ, കയറ്റം എന്ന് പറഞ്ഞാൽ 1.5 കയറ്റം. ഞാൻ മൂന്നാറിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തണുപ്പ് പ്രതീക്ഷിച്ചു. മൂന്നാർ വരെ എന്ത് വേനലാണോ അതോ മരുഭൂമിയാണോ, എന്താണ് മരുഭൂമിയുടെ അടിയിലാണോ, ഒന്നും തിരിച്ചറിയാൻ വയ്യാതെ. പിന്നെ ഇവരുടെ കൂട്ടത്തിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ബാബു ചേട്ടൻ എന്റെ തൊട്ട് ഫ്രണ്ടിൽ ചവിട്ടുന്നുണ്ടായിരുന്നു. എല്ലാരും റോഡ് സൈക്കിൾ അല്ലെങ്കിൽ ഇതാണ് ഹൈബ്രിഡ് ആണ്. അതിന്റെയൊക്കെ ടയർ എന്ന് പറഞ്ഞാൽ കനം കുറവാണ്, അത് സ്മൂത്ത് ആയിട്ട് പോകും. എന്റെ എന്ന് പറഞ്ഞാൽ MTB ആണ്, നല്ല കനം കൂടുതല, നല്ല ഗ്രിപ്പാണ്, പതുക്കെ പോകും. അതായത് ഇവരെല്ലാം എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്നിട്ട് ഇവരോട് എത്തിയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. ആ ബാബുചേട്ടൻ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫ്ലോയിൽ ഞാനും ചവിട്ടി പതുക്കെ കയറി. മൂന്നാർ എത്തിക്കഴിഞ്ഞ് കിടിലമായിരുന്നു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും മൂന്നാർ എത്തിക്കഴിഞ്ഞ് പിന്നെ നല്ല കയറ്റമായിരുന്നു. പക്ഷെ അതൊന്നും അറിഞ്ഞില്ല, കാരണം മൂന്നാറിന്റെ ആ ഭംഗി കാരണം നമുക്ക് വേറൊന്നും അറിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഒന്നുകൂടെ പോകാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് സ്വയം പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു വേദി കൂടിയാണ്. മിക്കവർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേര് സിബി കൃഷ്ണദാസ് എന്ന്. ഈ കൃഷ്ണദാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു അല്ല, ഞാനൊരു അസല് നസ്രാണി തന്നെയാണ്. എൻ്റെ പപ്പ പള്ളിയിലിട്ടാണ് പേരാണ്. അതേപോലെ തന്നെ ഞാനൊരു ഓട്ടോ ഓടിക്കാനാണ്, കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് വീട്. ഇതേപോലെ തന്നെ ഓരോരുത്തർക്കും വന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും പരസ്പരം.